സംഭവം നടക്കുന്നത് ബീഹാറിലാണ്. അവിടെ സർക്കാർ സംഘടിപ്പിച്ച എബി വാജ്പേയി മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനവുമായി ആഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് ഗാന്ധിജിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു രഘുപതി രാഘവരാജാറാം എന്നുള്ള ഗാനം ഒരു ഗായിക ആലപിക്കുന്നു. അതിൽ ഈശ്വർ അല്ലാ തേരാ നാം എന്നുള്ളൊരു വരി പാടിയപ്പോൾ അവിടുത്തെ സംഘപരിവാറിന് അത് ബുദ്ധിമുട്ടാവുന്നു. അത് വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നു. അവസാനം ആ ഗായികയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് ജയ് ശ്രീരാം വിളികളോടെ ആ ഗായിക മാപ്പ് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. നാസർക്ക് അത്രയ്ക്ക് അസഹിഷ്ണുതയാണ് എന്നുള്ളതാണ്. ആണ് അത് പിന്നെ അടിസ്ഥാനപരമായ ഒരു മൗലികമായ ചോദ്യം വർഷങ്ങളായിട്ട് നമ്മൾ ഇന്ത്യ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഗാന്ധിജിയുടെ രാമനും BJPയുടെ രാമനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ആ സാധനം തന്നെയാണ് ഇതിൽ പറയുന്നത്. അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ സംഘാടകർ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ ഇത് ആ ചടങ്ങ് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. അത് വളരെ കൃത്യമായിട്ടൊരു BJP പരിപാടി തന്നെയായിരുന്നു. BJP പരിപാടി BJPക്കാർക്ക് മാത്രം താല്പര്യമുള്ള BJP പരിപാടി മാത്രമാണ്. എബി വാജ്പേയിയുടെ പിന്നെ ജന്മദിന ആഘോഷമാണ്. അതിൻ്റെ ചടങ്ങിൽ ആണ് ഇവരൊരു പിന്നെ നാടൻ പാട്ടുകാരി, ഒരു ഫോക്ലോർ ആയിട്ടുള്ള ഒരു പാട്ടുകാരിയെ ലക്ഷ്മിദാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വിളിക്കുന്നു. ലക്ഷ്മിദേവി അവർ വിളിക്കുന്നു. ലക്ഷ്മിദേവി അല്ലേ അവർ വിളിക്കുന്നു. അവരോട് അവർ സാധാരണഗതിയിൽ ഉത്തരേന്ത്യയിൽ വരുന്നൊരു സംഗതിയാണ് രഘുപതി രാഘവരാജാറാം രാംധുൻ ആലപിച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ളത്. അവരിവിടെയും ആലോചിക്കുന്നു. ആ വിഷ്വൽ കണ്ടല്ലോ, രഘുപതി രാഘവരാജാറാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്ത വരിയിലേക്ക് അങ്ങോട്ട് കിടക്കുമ്പോഴൊക്കെ പിന്നെ ഈശ്വർ അല്ലാ തേരെ നാം എന്നുള്ള എത്തുമ്പോഴത്തേക്ക് ഇടപെടലുണ്ടാവുന്നു, നിർത്തിക്കുന്നു സംഭവങ്ങൾ. അതിനവർ പറയുന്നത് BJPക്കാർ പറയുന്ന ഒരു ബേസിക്കലായിട്ടുള്ളൊരു സംഗതി ഇത് പിന്നെ ഒറിജിനൽ ഗാനത്തിൽ ഇതില്ല. ഒറിജിനൽ ഗാനത്തിനെ സംബന്ധിച്ചിട്ട് തന്നെ സംശയങ്ങളൊക്കെ ഉണ്ട്. ഒറിജിനൽ ഗാനം അത് പിന്നെ ചിലർ വിശ്വസിക്കുന്നത് അത് പിന്നെ കബീർദാസ് എഴുതിയതാണെന്ന്, ചിലർ വിശ്വസിക്കുന്നത് രാംദാസ് എഴുതിയതാണെന്ന്, അങ്ങനെ പല സംഗതികളുമുണ്ട്. ഏതായാലും 1930 ഗാന്ധിജി സംഗതി എടുക്കുന്നത്. രാംധുൻ ഇതിൽ തന്നെ രഘുപതി രാഘവരാജാറാം എന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള സംഗതി. എന്നിട്ട് 1930 നമ്മൾ ദണ്ഡി യാത്രയ്ക്ക് പോകുന്ന സമയത്ത് അത് ഒരു മഹാരാഷ്ട്രക്കാരനായ ഒരു സംഗീതജ്ഞൻ അത് പിന്നീട് ചിട്ടപ്പെടുത്തിയിട്ട് വേറെ തരത്തിൽ അത് ചിട്ടപ്പെടുത്തിയിട്ട് ഒരു മാർച്ചിങ് സോങ് ആയിട്ട് പോലും പാടാൻ പറ്റുന്ന തരത്തിൽ അത് ഇടുന്നു. എന്നിട്ട് ദണ്ഡി യാത്രയിൽ അത് ആലപിക്കുന്നു. അതിലൊക്കെ ശരി. അതിന് പാടുന്ന അങ്ങോട്ട് ഗാന്ധിജിയുടെ മുഴുവൻ പ്രാർത്ഥനാ പരിപാടികളും ഇത് രാംധുൻ ആലപിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിലെത്തുമ്പം ഈ വരിയുണ്ട്, ഈശ്വർ അല്ലാ തേരെ നാം സബ്കോ സമ്മതി തേ ഭഗവാൻ എന്നുള്ളത്. ഇന്നലെയും ഈ ഈശ്വർ അല്ലാ തേരെ നാം എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇതിലെ പ്രശ്നം ഇത് തന്നെയാണ്. പിന്നെ ഗാന്ധിജി പറയുന്നത് ഈ എല്ലാവരുടെയും ഈശ്വരനും അല്ലാന്നും ഒക്കെ വിളിക്കി പറയുന്നത് നിൻ്റെ പേര് തന്നെയാണ്, നീ ആണെങ്കിൽ എല്ലാവർക്കും പിന്നെ അനുഗ്രഹം ചൊരിയുന്നവനുമാണ്. ഇവിടെ എത്തുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈശ്വരനും അല്ലാന്നും ഒക്കെ വിളിക്കുന്നത് ഒരാളെ തന്നെയാണോ എന്നുള്ള സംഗതി. ഇതിൽ പ്രശ്നം ഇത് തന്നെയാണ്. വർഷങ്ങളായിട്ട് ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം. കേരളത്തിൽ മാത്രമാണ് ആ ചർച്ചയ്ക്ക് പിന്നെയും കേരളത്തിൽ ആ ചർച്ചയ്ക്ക് മറ്റൊരു തരത്തിലുള്ളൊരു ഇതുപോലും ഉണ്ട്. ഇപ്പം ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ഒരു രാമരാജ്യം സ്വപ്നം കണ്ടിരുന്ന രാമരാജ്യം എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു ഗാന്ധിജിക്ക്. രാമരാജ്യം സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ് ഗാന്ധിജി. എന്നാൽ രാമനെ ആരാധിക്കുന്നവൻ എന്നുള്ള പേരുള്ള നാത്തുറാം എന്ന് പേരുള്ള ഒരാളാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നത്. അപ്പോൾ തന്നെ രണ്ട് രാമനുണ്ടെന്നും ഗാന്ധിജിയുടെ രാമൻ വേറെയാണെന്നും ഇവരുടെ രാമൻ വേറെയാണെന്നും വ്യക്തമാകുന്നു. കേരളത്തിലാണ് ഇതിനെ സംബന്ധിച്ചിട്ട് വേറെ വളരെ വ്യത്യസ്തമായ ഒരു സംഗതിയൊക്കെ ഉള്ളത്. കേരളത്തിലെ നമ്മളുടെ അംബേദ്കറിസ്റ്റുകളാണ് പറയുന്നത് രാമൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രാമസങ്കല്പം തന്നെയുള്ളൂ, അതൊരു ബ്രാഹ്മണിസ്റ്റ് രാമസങ്കല്പം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഗാന്ധിജിയും ഗാന്ധിജിയുടെ രാമനും എല്ലാ രാമനും ഒന്ന് തന്നെയാണ്, അതൊരു ഹിന്ദു പിന്നെ സങ്കല്പം തന്നെയാണ് എന്നുള്ളതൊക്കെ. അങ്ങനെയല്ല എന്നും ശരിക്ക് ഗാന്ധിജിയുടെ രാമസങ്കല്പം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും അനുഗ്രഹമാകുന്ന ഒരു ദൈവസങ്കല്പം അത് വേറെ ഉണ്ടെന്നും ഇവർ പറയുന്ന രാമസങ്കല്പം എന്ന് പറഞ്ഞാൽ ഹിംസയുടെ രാമനും അഹിംസയുടെ രാമനും എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള അത് രണ്ടാണ് എന്ന് വീണ്ടും തെളിയുന്ന ഒരു സന്ദർഭം കൂടെ ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് പിന്നെയും അത് രണ്ടാണെന്ന് ഇന്ത്യയെ ഓർമ്മിപ്പിക്കുന്ന, ഇന്ത്യക്കാരെ മുഴുവൻ ഓർമ്മിപ്പിക്കുന്ന ഗാന്ധിയുടെ രാമൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്, വേറെ രാമൻ വേറെ ഉണ്ട് എന്ന് ഇന്ത്യയെയും ഓർമ്മിപ്പിക്കുന്നൊരു സന്ദർഭം.
ഉണ്ടായി. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. ഇതിങ്ങനെ ഏതാണ്ട് ഇനിയുള്ള കാലത്ത് ഇത് ഏതാണ്ട് ആഴ്ചയ്ക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന് നമ്മൾ പലതവണ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളതുമാണ്. അജിംസ്ക, ഇവിടെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഗാന്ധിയോടുള്ള കപട സ്നേഹമൊക്കെ നമുക്കറിയാം എത്രത്തോളം ഉണ്ടാവും ബി ജെ പിക്കാർക്ക്. അപ്പം അതുമാത്രമല്ല, കലാകാരന്മാർ ഇപ്പോൾ പല സിനിമകൾ റിലീസ് ചെയ്യുമ്പോഴാണ് ഇവർ ഭയങ്കര ക്ഷോഭത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ദീപക് പദുക്കോൺ ഒക്കെ ഉള്ള ആളുകളുടെ. അപ്പം ഇവിടെ കലാകാരന്മാരെ അപമാനിക്കുക എന്നുള്ളൊരു സാധനം കൂടി വരുന്നുണ്ടോ അതിൽ? കലാകാരന്മാരെ അപമാനിക്കുന്നതിനൊക്കെ അപ്പുറം ഈ RSS BJP എക്കോസിസ്റ്റം അവരുടേതല്ലാത്ത ആളുകൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ അംബേദ്കർ ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമിത്ഷാ പറയുന്നത് നിങ്ങൾ ആ നേരം ഈശ്വരനാമം ജപിച്ചാൽ പോരെ, സ്വർഗത്തിൽ പോകില്ല എന്ന് പാർലമെൻറ്റിൽ പറയുന്നത് വലിയ വിവാദമായ സമയമാണ്. ഇപ്പോൾ ഗാന്ധി അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം RSSഉം BJPയും എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട്. ഗാന്ധി നമ്മുടെ ആളാണ്. എവിടെയാണ് ഗാന്ധിയെ വെടിവെച്ച് വന്ന ഗോഡ്സെ RSകാരനാണോ അല്ലേ എന്നുള്ള തർക്കം തീർന്നിട്ടില്ല. അപ്പോഴാണ് ഗാന്ധിയെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ഫംഗ്ഷൻ നടക്കുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിന വാർഷികത്തിലാണ്. ആ വാർഷികം നടക്കുന്ന ഹാളിൻ്റെ പേര് ഗാന്ധി സഭാഗർ എന്നാണ്. മഹാത്മാഗാന്ധിയുടെ പേരുള്ള ബാപ്പു സഭാഗർ എന്നതിന് പേരുണ്ട്. ഒരു വലിയ പഴയ ഹാളാണത്. അതുകൂടി ആലോചിക്കണം. അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പേരൊക്കെ ഉള്ളൊരു ഹാളിൽ വാജ്പേയി കുറെ കൂടി ടോളറൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. ഇപ്പോഴത്തെ BJP നേതാക്കളെ പോലെയല്ല. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി പ്രസംഗങ്ങളും അല്ലാത്ത പ്രസംഗങ്ങളിലൊക്കെ അതല്ലാത്ത അദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വകാലമുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം കുറേ കൂടി ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് കാത്തു സൂക്ഷിച്ച ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിന വാർഷികത്തിൽ ഈ പറയുന്ന പാവപ്പെട്ട ഈ ഭോജ്പുരി ഗായിക അവർ വിചാരിച്ചു ഈ രാംധുൻ പാടിക്കഴിഞ്ഞാൽ ഇവർ ഈ കേട്ട് നിൽക്കുന്നവർക്ക് സന്തോഷമാകും. കാരണം ഗാന്ധിയൊക്കെ അവരുടെ ആളാണല്ലോ. അപ്പോൾ ഇത് പാടി തുടങ്ങുമ്പോഴുള്ള പ്രശ്നം ഈ ഈശ്വര അല്ലാ തേരോ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന് പറയുന്ന വരി പാടുമ്പോഴാണ് ഈ പറയുന്ന മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ പോയിട്ട് ഇവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നത്. അപ്പോൾ അവർ മാപ്പ് പറയുന്ന അവരുടെ ബോഡി ലാംഗ്വേജ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല മാപ്പ് പറയുന്നത്. അടി കിട്ടാതിരിക്കാൻ വേണ്ടി മാപ്പ് പറയുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് വിവാദമായി. പ്രിയങ്ക ഗാന്ധിയും ലാലു പ്രസാദ് യാദവും ഒക്കെ അതിനെതിരെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അപ്പോൾ ആണ് ഈ BJP എക്കോസിസ്റ്റം വേറൊരു പ്രചാരണം. ഇപ്പോൾ ട്വിറ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രചാരണം. ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ ഇതില്ല. ഗാന്ധി ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് സെക്യുലർ ആവാൻ വേണ്ടി ചെയ്ത കാര്യമാണത്. എന്താണ് ആ പറഞ്ഞതിൻ്റെ പച്ച മലയാളം എന്ന് വെച്ചാൽ ഗാന്ധി എന്താ പറയുന്നത്? ഗാന്ധി അതിലേക്കൊരു വലിയ ആഡ് ചെയ്യുകയാണ്. ഈശ്വർ അള്ളാ ഇതെല്ലാം നിൻ്റെ പേരാണ്, എല്ലാവർക്കും നീ സന്മതി കൊടുക്കുക, എല്ലാവർക്കും നല്ല മാർഗ്ഗം കാണിച്ചു കൊടുക്കുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നാസർക്കോട് പറഞ്ഞതുപോലെ ഈ ഗാന്ധിയുടെ റാമും BJP പറയുന്ന റാമും ജയ് ശ്രീറാമും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണ്? നമ്മൾ ഉത്തരേന്ത്യയിൽ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഒരു രാമഭക്തനായ ഒരു വയസ്സാണ്. ഇപ്പോൾ പുതിയ തലമുറയല്ല, ഒരു 60 വയസ്സിനൊക്കെ മുകളിലുള്ള മനുഷ്യന്മാർ നടന്നവരാണ്. നമ്മൾ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവർ ഈ അഭിവാദ്യം ചെയ്യുന്നത് തന്നെ റാം റാം എന്നാണ്. ആ റാം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ദൈവമാണ്. ഏതാണ് ഈ പരമേശ്വരൻ എന്നൊക്കെ പറയുന്ന ദൈവം? ഏതെങ്കിലും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗം മാത്രം ആരാധിക്കുന്ന ഒരു ദൈവമോ? അങ്ങനെയല്ല. നമ്മളെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു പ്രപഞ്ചേശ്വരൻ ഉണ്ടല്ലോ. അതേക്കുറിച്ചാണ് അവർ ആ റാം എന്ന് ഉപയോഗിക്കുന്ന വാക്ക്. മരിച്ച് ശവം കൊണ്ടുപോകുമ്പോഴും റാം നാം സത്യഹേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉച്ചരിച്ചുകൊണ്ടാണ് പോവുക. അവരെ സംബന്ധിച്ച് റാം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അപ്പോൾ ദൈവത്തെ റാം എന്ന് നമ്മൾ വിളിക്കുന്ന പോലെ കുറച്ച് ആളുകൾ അള്ളാഹ് എന്ന് വിളിക്കുന്നു എന്നാണ് ഗാന്ധി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഈ അള്ളാഹ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം തന്നെ ഗോഡ്, ദ ഗോഡ് എന്നാണ് അർത്ഥമുള്ളൂ. അതിന് വേറെ ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരോ അല്ലെങ്കിൽ അറബികളുടെ ഏതോ ദൈവമോ അങ്ങനെയൊന്നും അല്ല. ആ അറബി വാക്ക് ഇപ്പോൾ അറബിക് ബൈബിളിൽ ദൈവത്തിന് ഉപയോഗിക്കുന്ന പേര് അള്ളാഹ് എന്നതിനാണ്. അത് മനസ്സിലാവാഞ്ഞിട്ടല്ല, ഇതെന്തോ ഒരു പ്രാകൃത ദൈവമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവർ ആ പ്രചാരണം നടത്തുക. ഇനി ഗുരു ഗ്രന്ഥ സാഹിബുണ്ട്, സിഖുകാരുടെ ഗ്രന്ഥമാണത്. അതിൽ 33 പ്രാവശ്യം അള്ളാഹ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ദൈവത്തിന് പകരമായിട്ട്. അത് ഇന്ത്യയുടെ ഒരു പാരമ്പര്യമാണ്. കാരണം ഈ സിഖ് മതം തന്നെ എന്താണ്, ഹിന്ദു ഇസ്ലാം മൂല്യങ്ങളുടെ ഒരുമിച്ചുള്ളൊരു പുതിയ മതമാണ്, ഒരു ആധുനിക മതമാണ്. അതുകൊണ്ടാണ് അതങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സത്യമാണെന്ന് അറിഞ്ഞിരിക്കുക എന്തുകൊണ്ടാകും ഇവരതിൽ അസഹിഷ്ണുക്കളാവുന്നത് ചോദിച്ചാൽ അത് ഗാന്ധിയോടുള്ള അസഹിഷ്ണുതയാണ്. ആ ഇൻടോളറൻസ് ഗാന്ധിയോടുള്ളതാണ്. അവരെത്ര അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്ക് ഗാന്ധി അംഗീകരിക്കാൻ കഴിയില്ല. ആ ഗാന്ധി അംഗീകരിക്കാൻ കഴിയില്ലാത്ത ഇപ്പോൾ ഗാന്ധിയെ ചെറുതായി വെടിവെച്ചു എന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഗാന്ധിയെ കൊന്നവർക്ക് പൂമാല ഇടുന്നതോ അദ്ദേഹം എന്താണ് ധീരദേശാഭിമാനിയായിരുന്നു. പാർലമെൻറ്റിൽ പ്രസംഗിച്ചൊരു MP ഉണ്ട്, പ്രഗ്യാ സിംഗ് ഠാക്കൂർ. അവരെ തിരുത്തിയിട്ടില്ല BJP ഇതുവരെ. അപ്പോൾ അത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെത്ര അപ്രോപ്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലും അവരുടെ ഉള്ളിലുള്ളത്
അറിയാതെ പുറത്തു വരും. ഇത് ഗാന്ധി നിന്ദയാണ് യഥാർത്ഥത്തിൽ. ഒന്നാമതായി ഇത് ഗാന്ധി നിന്ദയാണ്. രണ്ടാമത് ഈ ഇന്ത്യൻ സമൂഹം വിശ്വസിക്കുന്ന ഒരു റാമുണ്ട്. ആ റാം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ആ ദൈവത്തോടുള്ള നിന്ദ കൂടിയാണ്, ദൈവനിന്ദ തന്നെയാണ്. അതുകൊണ്ടാണ് വാജ്പേയി മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഷാനവാസ് ഹുസൈൻ പറഞ്ഞത് ഇത് ഇൻടോളറൻസിന്റെ അങ്ങേയറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അയാൾ BJP നേതാവാണ്. അയാൾ പറഞ്ഞത് ഇൻടോളറൻസിന്റെ, അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹം വിമർശിക്കുകയാണ്. അതും വാജ്പേയിയുടെ ജന്മദിനാഘോഷത്തിൽ ഇങ്ങനെ പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് ഇൻടോളറൻസിന്റെ അങ്ങേയറ്റാണെന്ന് അദ്ദേഹം പോലും പറയുമെങ്കിൽ അപ്പോൾ ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി. ഇന്നത്തെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ അതായിരുന്നു. ഓട്ടോ ഫോക്കസിന്റെ സമയം പൂർണ്ണമാകുന്നു. നമസ്കാരം.